കുറേ ഈ പച്ചക്കറികളൊക്കെ കാണുമ്പോൾ കുറേ സന്തോഷം വരണ കുറേ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ചേച്ചി മമ്മിയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. പിന്നെ ജാസ്മിൻ, ഇവർ മൂന്നുപേരും ബാൽക്കണിയിലൊക്കെ വളർത്തുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ കൊതിയോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. കാരണം ഇതെന്താണെന്നറിയാമോ, ഒരു സ്കൂളാണ്, അതേ ഉണ്ട് കണ്ട IHS അമലൂട്ടൻ്റെ സ്കൂളാണേ. സ്കൂളിൻ്റെ പുറത്ത് അവർ തന്നെ നട്ടു വളർത്തുന്ന കുറച്ച് സാധനങ്ങളാണ്. അതിൽ ഈ കാണുന്നത് പാവയ്ക്കാണ്. പാവയ്ക്കൊക്കെ കുറേ ഇട്ടിട്ട് കിടക്കുന്നുണ്ട്. ചിലതിങ്ങനെ മൂത്ത് തുടങ്ങണേ ഉള്ളൂ. ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. രണ്ടും മൂന്നെണ്ണം മൂത്ത് കിടക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ചിലത് പഴുത്തവിടെ കിടക്കണം, ആരും പറിക്കാണ്ട്. പിന്നെ പാലൊക്കെ ഉണ്ട്, പിന്നെ പയറുണ്ട്, പിന്നെ എന്താ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലൊക്കെ ഒരുപാടുണ്ട്. മല്ലിച്ചീരയുണ്ട്, അതുപോലെ നമ്മുടെ പുതിനയിലുണ്ട്. അങ്ങനെ എന്തൊക്കെ ഈ കുറച്ച് സ്ഥലത്ത് അവർ നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരുപാട് ഐറ്റം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. കാണാൻ നല്ല രസമാണ് കണ്ട. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത റോഡുമാണ് ഈ കാണുന്നത്. എന്താണെന്നറിയില്ല, എന്തോ ഒരു ഉള്ളിയുടെ ഇതുപോലെ ഇലയൊക്കെ പോലെ, ഉള്ളി വളർന്നാലിരിക്കില്ല, അതുപോലെയൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ പച്ചമുളക് ഒരുപാട് ഇട്ട് നിൽക്കുന്നുണ്ട്. ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഉണ്ടാ പച്ചമുളക് ഇട്ടേക്കണം, ഉണ്ടാ കുറേ പച്ചമുളക് ഇട്ട് തൂങ്ങിക്കണം. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുകൂടാണ്ട് പാലൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ ഈ നമ്മളുടെ മല്ലിയില നല്ല മണം പിടിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ മല്ലിയില കൂടാതെ വേറൊരു ഇലയും കൊണ്ടുണ്ടല്ലോ, ഞാൻ കാണിച്ചിട്ട് മഞ്ഞപ്പൂവൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഇതാണേ, മുളക് തൂങ്ങി. നേരത്തെ പണ്ട് വരുമ്പോഴത്തേക്കും തക്കാളി വരെ ഉണ്ടായിരുന്നു ഇവിടെ. റോഡ് സൈഡാണ്, റോഡിലേക്കാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് നിൽക്കണത്. പക്ഷെ അവിടെ വളർന്നു നിൽക്കണത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. ഇത് ഈ IHSലെ കുട്ടികളും ടീച്ചേഴ്സും അവിടെയുള്ള ജോലിക്കാരൊക്കെ കൂടി മെയിൻറ്റെയിൻ ചെയ്ത് വളർത്തുന്നതാണിത്. അതിൻ്റെ ഉള്ളിലുമുണ്ട്, സ്കൂളിൻ്റെ ഉള്ളിലുമുണ്ട്, അതുപോലെ തന്നെ പുറത്തുമുണ്ട്. ഇതാണ് പാലക്ക്. കണ്ടോ, പാലക്ക് ഒരുപാടുണ്ടെന്നാണ്. ചിലതൊക്കെ കുറച്ച് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്, ചിലരൊക്കെ കട്ട് ചെയ്തിട്ടില്ല. ഇത് ഇവിടെ നിന്നും ആർക്കും എടുക്കാൻ പാടില്ല, അതുകൊണ്ടിട്ട് തന്നെ എടുക്കുന്നില്ല. ഇത് ബീൻസാണ്. ബീൻസ് അവിടെ നിൽക്കുന്നുണ്ട്. അത് പക്ഷേ ഒരു തയ്യേ കണ്ടിട്ടുള്ളൂ. ബാക്കി കാണുന്നത് നല്ല മറ്റേ പാലക്കും പിന്നെ ഉലുവ വളർന്ന് പൂവിട്ട് നിൽക്കുന്നുണ്ട്. അതൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. കണ്ടില്ല, ഞാൻ കാണിച്ചുതരാം. ഇപ്പം ഞാൻ കാണിച്ചുതരാം. നല്ല മഞ്ഞപ്പൂവൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ വേറൊരു ചെടി, അത് ഞാൻ കാണിച്ചുതരാം. അത് പറയാം കേട്ടോ. അത് ഞാൻ ഇതിൽ വരട്ടെ, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് പാലക്ക്. ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തേക്കണേ പാലക്ക്. ഒരുപാടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട്, ഒരുപാട് പാലക്കുണ്ട്. അല്ല, ഇനി ഇവിടെ കാണിക്കുന്നുണ്ട് നമ്മൾ ഉലുവ വളർന്നു വന്നിട്ട്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. ഉലുവയുടെ നല്ല ഭംഗിയുള്ള മഞ്ഞപ്പൂവാണേ. ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള മഞ്ഞപ്പൂവിൽ ഒരുപാട് വളർന്നു നിൽക്കുന്നുണ്ട് ഉലുവാച്ചീര. അതൊക്കെ ഇവിടുത്തെ ഫ്രഷും കൂടി ആയതുകൊണ്ടുണ്ടല്ലോ നല്ല ടേസ്റ്റും ആയിരിക്കും. കഴിക്കാൻ നേരത്തും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ഉലുവാച്ചീര. ഉണ്ടാകും മഞ്ഞപ്പൂക്കളൊക്കെ ഇട്ടിട്ട് നിൽക്കണുണ്ടാകും. കാണുമ്പോൾ തന്നെ നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഇവർ വെള്ളമൊക്കെ കൊടുത്ത് നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ചില സ്ഥലത്തൊക്കെ ഒന്നും ഇല്ല. എനിക്ക് തോന്നുന്നു അതൊക്കെ കഴിഞ്ഞ് പറിച്ച് കളഞ്ഞതാട്ടോ. അതിൻ്റെയൊക്കെ കായൊക്കെ എടുത്തിട്ട് എനിക്കൊന്ന് തക്കാളിയൊക്കെ ആയിരുന്നായിരിക്കും കേട്ടോ. മെയിൻറ്റെയിൻ ബൈ IHS എന്ന് പറഞ്ഞ് എഴുതിക്കുന്നുണ്ട്. സ്കൂളാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി ഇവിടെ തുളസി നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നിറയെ പാവലിങ്ങനെ പടത്തി, ഇങ്ങനെ കുറ്റിച്ചെടി പോലെ പടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിരിക്കണേ ഉണ്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ മറ്റേ പാവൽ പഴുത്ത് കിടക്കണ കാണാം. വെറുതെ പഴുത്ത് ചുമന്ന മഞ്ഞ കളറിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ. അത് ഇനി ഇങ്ങോട്ട് പോരുമ്പോൾ ഇല്ലേ, ഒരു ടൈപ്പ് നമ്മളുടെ നാട്ടിൽ കൊഴുപ്പാന്ന് പറയും, കൊഴുപ്പ് ചീര എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇരിക്കണേ.
പക്ഷെ അത് കൊഴുപ്പാണ്, അതൊന്നും അറിയാൻ പാടില്ല. കൊഴുപ്പച്ചീര പോലെ തന്നെ ഇരിക്കണം, അതിനൊരു കുഞ്ഞി പൂവൊക്കെ ഉണ്ട്, അത് ഞാൻ എടുത്തിട്ടുണ്ട് സൂം ചെയ്ത്. നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമെങ്കിൽ ഈ ചെടിനെ കുറിച്ച് പറഞ്ഞു. ഇതിപ്പോൾ പാവലാണേ, ഞാനിപ്പോൾ കാണിച്ചു തരാവേ. അത് മറ്റേത് കൊഴുപ്പച്ചീര കാണിച്ചു തരാം. കൊഴുപ്പച്ചീര പോലെ ഇരിക്കണത് കണ്ടാ, പാവൊക്കെ പഴുത്ത് കിടക്കണണ്ട, പഴുത്തിങ്ങനെ ആരും എടുക്കാണ്ട് കിടക്കണേ. ഇവിടെയാണ് ഞാൻ പറഞ്ഞ കൊഴുപ്പച്ചീര സ്റ്റാർട്ട് ചെയ്യണത്. ഇവിടെയും പാവയ്ക്ക എടുക്കണേ, ഇത് കഴിഞ്ഞിട്ടാണ് കൊഴുപ്പച്ചീര സ്റ്റാർട്ട് ചെയ്യുന്നത്. കൊഴുപ്പച്ചീര പോലെ ഇരിക്കുന്ന സാധനം അതിപ്പോൾ കാണാൻ പറ്റും. ഇവിടെ നിന്നാണ്, അവിടെ നിന്ന് അങ്ങോട്ട് അറ്റം വരെ കൊഴുപ്പച്ചീര, ഇങ്ങനെ കൊഴുപ്പച്ചീര പോലത്തെ ഒരു സാധനം. അത് എന്തെങ്കിലും വെജിറ്റബിൾ തന്നെയായിരിക്കും കേട്ടോ. അത് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് കണ്ടത് ഇത് നോക്കിയോ, ഞാനതിൻ്റെ ഒരു ചെറിയൊരു പൂവൊക്കെ സൂം ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെങ്കിൽ അത് എന്താണ്, കൊഴുപ്പച്ചീര തന്നെയാണെങ്കിൽ ഒന്ന് പറയണേ കേട്ടോ. ഇത് കൊഴുപ്പച്ചീര അല്ലെന്നാണ് നമ്മുടെ ജാസ്മിയുടെയൊക്കെ ഒരു പറച്ചിൽ. നമുക്കറിയാൻ പോലെ അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും, അവൾക്കൊക്കെ പിന്നെയും പച്ചക്കറിനെ കുറിച്ചൊരു കുറേ ധാരണയുണ്ട്. അപ്പോൾ ഇതങ്ങേറ്റം വരെ ഇങ്ങനെ നീട്ട് വളർത്തിയിട്ടുണ്ട്, കുറേ നീട്ടിട്ടുണ്ട്. ശരിക്കും ടേബിൾ റോസില്ലേ, ടേബിൾ റോസിൻ്റെ അതിൻ്റെയൊക്കെ ഒരു ഇല പോലെയൊക്കെ തന്നെ അങ്ങനെ തന്നെയുള്ള അവിടെ നാട്ടിലും കൊഴുപ്പച്ചീര. അതിൻ്റെ ഒരു കുഞ്ഞു പൂവുണ്ടോ. ഇത് ഇവിടെ നിന്ന് അങ്ങേയറ്റം വരെ ഇത് തന്നെയാണ്. അവിടെ പടത്തി വെക്കണത് അത്രയും ഭാഗം അത് തന്നെയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ കമൻറ്റ് ചെയ്യണേ. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇതിലാണ് ഞാൻ പറഞ്ഞത് വലിയ ഒരു പാവക്ക വീണ് കിടക്കുന്നത്. ചെറിയ പാവക്കയാണേ. ഇത് നമ്മുടെ സോഫി എടുത്ത് കാണിച്ചാൽ മതി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ജാസ്മിക്കൊരു വലിയൊരു പാവക്ക കിട്ടി. മേലിൽ കിടക്കുന്നുണ്ട്, അത് കുഞ്ഞു പാവക്ക. അല്ലെങ്കിൽ നോക്കിക്കോട്ടെ, അവിടെ ഒരു വലിയൊരു പാവക്ക കിടക്കുന്നുണ്ട്. അവൾ ജാസ്മി എടുത്ത് കാണിച്ച്. അങ്ങനെ ഇത് എല്ലാം പച്ചപ്പിൻ്റെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് നമുക്കറിയാൻ പറ്റില്ല. ഒരുപാട് പച്ചപ്പിൻ്റെ ഇടയിൽ പച്ച കളറിൽ പാവക്ക ഒരു കിടക്കുന്നുണ്ട്. കണ്ടായതാണ് വലിയ പാവക്ക. ഇങ്ങനത്തെ 2-3 കണ്ട്, ബാക്കിയെല്ലാം കുഞ്ഞാണ്, പാകമായിട്ടുണ്ടാവും. ഇതുപോലെ പച്ചയിൽ കിടക്കണമെന്ന് അറിയാൻ പാടില്ലാഞ്ഞിട്ടായിരിക്കും കേട്ടോ. ഇതെല്ലാം പാവലാണ്. നമ്മളുടെ ഇവിടെയൊക്കെ പടർത്തി കൊടുക്കില്ല, ഇവരങ്ങനെ ഒന്നും പടർത്തിയിട്ടൊന്നുമില്ല. ഇങ്ങനെ തന്നെ കുറ്റിച്ചെടി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും